ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കതിൽ മീനൊക്കെ ഒന്ന് കാണാം കേട്ടോ. ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തൊക്കെ വെച്ചിട്ട് കുറേ നാളായി, പക്ഷേ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതിനകത്ത് ഒരുപാട് മീനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാവാളയുണ്ട്, കരിപ്പിടിയുണ്ട്, കരിപ്പിടീനെ ചില നാട്ടിൽ കല്ലട എന്നൊക്കെ പറയും, പിന്നെ സക്കറുണ്ട്. സക്കർ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മീനുകളാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. ഈ കല്ലട എന്ന് പറയുന്നത് നമ്മൾ വൈകുന്നേരം ഈവനിങ്ങിൽ പോയിട്ട് അവിടെ ചെറിയിൽ പോയി മീൻ പിടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കല്ലടകൾ കൊണ്ടുവന്ന് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള കല്ലടകളാണ് കേട്ടോ. അല്ലാതെ നമ്മൾ വേറെ മേടിച്ചിട്ട് വിട്ടുള്ളതൊന്നുമല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയ പണിയാണ്. കാരണം വെച്ചാൽ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഞാനിത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കാണാത്തതാണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് ആളിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്നും കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കരിയിലകളൊക്കെ വീണ് അടിഞ്ഞിട്ട് അതിൻ്റെ ചേറൊക്കെ ആയിട്ട് അതൊക്കെ ക്ലീൻ ആക്കണം, മീൻ പോവാതെ നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഭയങ്കര പണി ഉള്ള കാര്യമാണ് ഫിഷ് ടാങ്ക് വൃത്തിയാക്കൽ. അന്നത്തെ ദിവസം മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കാം എന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ക്ലീൻ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം അടിയിൽ കൂടെ ഒരു മറ്റേ മഞ്ഞ കളർ കണ്ടുണ്ട്, അതിൽ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. ടാപ്പ് തുറന്നിട്ട് ചെളി വെള്ളം താഴ്ത്തത്ത് പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കല്ലടകളും പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വടി കുത്തി വെച്ചിരിക്കണം കേട്ടോ ചേട്ടൻ, മീനുകളൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ചേട്ടൻ്റെ ഭ്രാന്താണ് കേട്ടോ ഈ മീൻ വളർത്തുന്നത്, കിളികളെ വളർത്തുന്നത്. ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഈ മീൻ വളർത്തുക, മീൻ പിടിക്കാൻ പോവുക. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. വെള്ളം കുറഞ്ഞു വന്നപ്പോൾ ഈ ആസാം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. 2 ആസാം വാഴയേ ഉള്ളൂ, അത് പൊന്തി വന്നിട്ടുണ്ട്. അതിന് അഴിയാൻ പറ്റുന്നില്ല, കാരണം അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അഴിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് പൊന്തി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ നമ്മൾ അമ്പലക്കുളത്തിലൊക്കെ കൊണ്ടിടാം, ഇനി ഇതിനകത്ത് ഇടണ്ടെന്നായിരുന്നു നമ്മുടെ ഒരു ധാരണ. പക്ഷേ നമ്മൾ പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ തന്നെ ഇട്ടു. അപ്പോൾ ഇതേ നമ്മുടെ കല്ലടകളൊക്കെ ആ പൈപ്പിൻ്റെ ടാപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്നിട്ട് ചാടി കൊണ്ട് അവിടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ചില നേരത്തെ ഈ കല്ലട ആ പൈപ്പിൻ്റെ ടാപ്പിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി ഇരുന്നിട്ട് നമ്മൾ വടി കൊണ്ട് കുത്തി കൊടുത്തിട്ട് വേണം നമ്മൾ ആ വെള്ളം പോകണമെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് ഇരിക്കണം അതിനകത്ത്. ഇപ്പോൾ ഇതേ ആസാം വാളനെ പിടിച്ചിട്ട് ബക്കറ്റിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇറങ്ങിയിട്ടുള്ളത് അച്ഛനുണ്ട്. അപ്പോൾ ആ പിടിക്കണതൊക്കെ അച്ഛൻ തന്നെയാണ്. നമ്മൾ പുറമേ നിന്ന് വീഡിയോ എടുക്കണമെന്നുള്ള വേറെ ആരും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോയിൽ എന്താ ഇങ്ങനെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നോക്കിയപ്പോഴാണ് ഒരുപാട് ലെങ്ത് ഉണ്ട്. അപ്പോൾ ലോങ് വീഡിയോ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ട് ഫോൺ തിരിച്ച് വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അത്രയും നേരം. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ മീൻ ഭയങ്കരമായിട്ട് പിടയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വായരോട് മുറുക്കി പിടിക്കണം. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം പ്രാവശ്യം കൊടുത്തപ്പോൾ ഇത് രണ്ടാമത്തേയും പിടിക്കാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് പിടയനുണ്ട്. എനിക്ക് പറഞ്ഞാൽ ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൗതുകവും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എൻ്റെ വീട്ടിലിതൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ അനിയനൊരു ഭ്രാന്ത് ഉണ്ടായത്, അവന് പ്രാവിനെ വളർത്തണം, പിന്നെ ഗപ്പി, അതായത് ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗമില്ലേ അത് വെച്ചിട്ട് അതിനകത്ത് ഗപ്പിനെ വളർത്തുക, അതൊക്കെയാണ് അവൻ്റെ ഭ്രാന്ത്. അത്ര വലിയ മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതേ അച്ഛൻ സക്കറിനെ പിടിച്ചിട്ടുണ്ട്, അതിന് ഇതേ കൊടുത്തേക്കുന്നത്. എല്ലാ മീൻ്റെ വായ വശത്താണ് കേട്ടോ പിടിക്കേണ്ടത്. അത് അച്ഛനങ്ങനെ തന്നെ പിടിക്കണത്. ഈ സക്കറിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരുമാതിരി മുരമുരാന്നിരിക്കുന്ന ഒരു സ്കിന്നാണ് അതിൻ്റേത്. എന്നിട്ട് ഇത് അതിനുള്ളിലുള്ള ചെളിവെള്ളമൊക്കെ പുറത്തേക്ക് ടാപ്പിൻ്റെ ഉള്ളിലൂടെ കളഞ്ഞത് അച്ഛൻ മോട്ടർ വെച്ച് പൈപ്പ് തുറന്നതൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. ക്ലീൻ ആക്കാന്ന് പറഞ്ഞാൽ വെറുതെ വെള്ളം അടിച്ച് കളയാൻ മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചൂലൊക്കെ വെച്ച് അടിച്ച് അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ചെയറൊക്കെ പുറത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. അല്ലാതെ തന്നെ പിന്നെയും വെള്ളം നിറയ്ക്കുമ്പോൾ അതിലങ്ങനെ ചെളി കയറും. പിന്നെ ഇതിനെ പിടിച്ച കല്ലടയാണ്. അത് സക്കറിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 2 കല്ലടയോടെയും കിടക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലിക്കാണ് ഞാൻ കട്ടി പറഞ്ഞു, ഭയങ്കര ഹാർഡായിട്ടുള്ള സ്കിന്നാണ്. പിന്നെ ഇത് കുറച്ച് കല്ലടങ്ങളും വേറൊരു ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ആദ്യം ഇതാണ് പിടിച്ചിട്ട് വന്നപ്പോൾ ഈ ബക്കറ്റിലിട്ടു, പിന്നെ മറ്റേ ബക്കറ്റിൽ കുറച്ചുകൂടി ഇട്ടു, അത്രയും ഉണ്ടാകും. അല്ലാണ്ട് സെപ്പറേറ്റ് മാറ്റിയിട്ട് വേറെ കാരണങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ആസാം വാളയാണ് ഈ കിടക്കണേ. അപ്പോൾ ഇത് കറി വെച്ചാലൊന്നും ടേസ്റ്റ് ഇല്ലാന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഇതപ്പോൾ എൻ്റെ മോനോട് ഇരുന്ന് കൈകൊട്ടി കളിക്കുന്നുണ്ട്, ടാറ്റു കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അവനിത് എന്താണെന്ന് അറിയില്ലല്ലോ. എല്ലാവരും കൂടിപ്പോൾ മീനൊക്കെ പിടിക്കുന്നത് കണ്ടപ്പോൾ അവനൊരു സന്തോഷം. അപ്പോൾ നമ്മുടെ ടാങ്കൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീനൊക്കെ അതിലേക്ക് ഇടാം. അപ്പോൾ മീൻ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മളിത് ആദ്യം എടുത്തിട്ട് വന്ന ബക്കറ്റിൽ നിന്ന് ഒരു വട്ടയിലേക്ക് സെപ്പറേറ്റ് മാറ്റിയിട്ടാണ്. എന്ന് വെച്ചാൽ അതിൽ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സെപ്പറേറ്റ് വട്ടയിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് നമ്മളിത് ടാങ്കിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടാങ്കിൽ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ മീനൊക്കെ അതിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കാതെ ഇത്രയും മീൻ ഞങ്ങൾ ചിറയിൽ പോയി പിടിച്ചു കൊണ്ടുവന്ന് ഇട്ടതാണോ, അത്രയ്ക്കധികം മീനുണ്ടായിരുന്നു അതിനകത്ത്. ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ വെള്ളം ക്ലിയറായിട്ട് കിടക്കല്ല. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓടിക്കളിക്കണം, എന്ത് രസമാണ്. നമുക്കെന്തൊരു കാണാൻ കൗതുകം. അങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ട് നിട്ട മീനല്ലേ, അതിനി വലുതായിട്ട് നമ്മൾ പിടിക്കില്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു നല്ല രസം കേട്ടോ. ഒരു മീനയിൽ ചത്ത് കിടക്കുന്നുണ്ട്, നമ്മൾ പിടിച്ചപ്പോൾ എന്തോ പറ്റി ചത്തതാണ് കേട്ടോ.
ഈ വെള്ളം ഇത്രയും ക്ലിയർ ആയിട്ട് ഇന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നാളെ തൊട്ട് ഇത് കളർ മാറിക്കൊണ്ടിരിക്കുക വെച്ചാൽ അതിന് ഫുഡ് ചെല്ലുന്നു, പിന്നെ പഴയതുപോലെ അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മളത് ആസാം വാളേനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ക്ലിയർ ആയത് കണ്ടപ്പോൾ അതിലിങ്ങനെ ഓടി കളിക്കണതാണ്. കാണുന്നില്ലേ നിങ്ങൾക്ക്? നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നണം അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ. അപ്പം നമ്മുടെ ഉണ്ണിയോട് ഭയങ്കര കളിയും ചിരിയാണ് കേട്ടോ. ഈ മീനെ കണ്ടിട്ട് അതിനോട് ചിരിക്കുന്നു, കളിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. അങ്ങനെയാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ആസാം വാളേനെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ഈ മീനൊക്കെ ഒന്ന് ജോയിൻ്റ് ആയി വരാൻ കുറച്ച് ദിവസം എടുക്കും. കാരണം ഇനി ഭക്ഷണമൊക്കെ ചെന്ന് വെള്ളമൊക്കെ പഴയ രീതിയിലേക്ക് ആകുമ്പോൾ അവരൊന്ന് ഓക്കെ ആയി വരുള്ളൂ. പുതിയ വെള്ളമല്ലേ, അവരതിലിങ്ങനെ ഒരു ഇതില്ലാണ്ട് കിടക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്ക് ഏകദേശം ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞു. നമ്മളതിലേക്ക് എല്ലാ മീനുകളും ഇട്ടു. അതിന് ശേഷം അത് കോടി കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, ബൈ.